ഹായ്, തങ്കമയിൽ ജുവലേഴ്സിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ റീറ്റെയിൽ ജുവലേഴ്സിനെ എല്ലാത്തിനോട് സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു തങ്കമയിലിന്റെ റിസൾട്ട് വരുമ്പോൾ സംസാരിക്കാമെന്ന്. കഴിഞ്ഞ ക്വാർട്ടറിൽ അവർ ഏകദേശം 44% റവന്യൂ ഗ്രോ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റിലും നല്ല ഗ്രോത്ത് വന്നിരുന്നു. കമ്പനിയിൽ ഏകദേശം 59 കോടിയോളം പാറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ തങ്കമയിൽ ജുവലേഴ്സിൽ. ഈ ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 112% റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ സംസാരിച്ച ജുവലറി സ്പേസിലുള്ള കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ തങ്കമയിൽ ജുവലേഴ്സിനാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ 44-45% ഉണ്ടായിരുന്നു. 112%-ഓളം ഗ്രോത്ത് എത്തിയിട്ടുണ്ട്. അതിൽ റീറ്റെയിൽ ജുവലറി മാത്രം നോക്കിയാൽ ഏകദേശം 109%-ഓളം ഗ്രോത്ത് ടോപ്പ് ലൈനിൽ കാണിച്ചിട്ടുണ്ട്. അവരുടെ ഹോൾസെയിൽ ബിസിനസ്സുകൾ കൂട്ടുമ്പോഴാണ് അവർക്ക് ഏകദേശം 112%-ഓളം റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഏകദേശം 119%-ആണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കല്യാണിന്റെ PN ഗഡ്ഗിലിനൊക്കെ നോക്കിയാൽ അവർ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ ഏകദേശം 30%-ഓളം ഗ്രോ ചെയ്ത സമയത്ത് കല്യാണിന് 100%-ഓളം പ്രോഫിറ്റ് ഗ്രോത്തും അതുപോലെ PN ഗഡ്ഗിലിന് 120%-ന് മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ടായിരുന്നു.